പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മേൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. ജില്ലാ പഞ്ചായത്തിന്റെ 20 ലക്ഷം നൂർ മൈതാനം ക്യാമ്പയിൻ ഇൻഡസ്ട്രീസ് ഡ്രൈനേജ് നിർമ്മാണം തുടങ്ങി. ഗ്രീൻ ഫെസ്റ്റിലേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഇന്നും തുടർച്ചയായി സ്കൂൾ ബസ് പരിശോധന. ആനങ്ങാടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മോഷണ പരമ്പര പ്രതി പിടിയിൽ. ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മേൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. പരപ്പനങ്ങാടി ചെട്ടിപ്പടി മമ്മാലിന്റെ പുരക്കൽ മുഹമ്മദ് ഇഷാമാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ വാക്കാട് റേഷൻ കടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കൂട്ടായിൽ നിന്നും സ്വദേശമായ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിന് മുകളിലാണ് വാക്കാട് റേഷൻ കടയ്ക്ക് സമീപമുണ്ടായിരുന്ന കാറ്റാടി മരം കടപുഴകി വീണത്. ബൈക്കിന് പുറകിലിരുന്ന ചെട്ടിപ്പടി സ്വദേശി മമ്മാലിന്റെ പുരക്കൽ മുഹമ്മദ് ഇഷാമിന്റെ തലയ്ക്ക് മുകളിലാണ് മരം വീണത്. ഗുരുതരമായ പരിക്കേറ്റ ഇയാളെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മരണം സംഭവിച്ചത്. റോഡരികിലുള്ള അപകടാവസ്ഥയിലുള്ള കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ വെട്ടം. നിറമരുതൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ നൂർ മൈതാനം ക്യാമ്പയിൻ ഇൻഡസ്ട്രീസ് ലിങ്ക് വടക്കിനിത്തറ ഡ്രൈനേജിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഡ്രൈനേജ് നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പൂർണ്ണമായും പരിഹാരമാകും. വരുന്ന മാർച്ച് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആബിദ പുളിക്കൽ, നാസർ കുഞ്ഞിപ്പച്ചാരാത്ത്, ദാസൻ കുന്നുമ്മൽ, മുസ്തഫ പൊക്ലാത്ത്, ഷരീഫ് ഹാജി, KM നൌഫൽ, റസാഖ് ഉണ്ണിയാൽ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ് നിറമരുത്തൂർ. ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന് സമീപം ഗ്രീൻ ഫെസ്റ്റിലേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. ശുചിത്വ മിഷന്റെ കീഴിൽ 75,000 രൂപ ചെലവഴിച്ചാണ് ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ കമ്പോസ്റ്റ് ഉപകരണങ്ങളുടെയും ഇനോക്കുലത്തിന്റെയും വിപണനവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സംശയ ദൂരീകരണവും ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രീതി മേനോൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ R രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ TS അഖിലേഷ്, ടെക്നിക്കൽ കൺസൾട്ടന്റ് K വിനീത്, O ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കളക്ടർ മൊമന്റോ കൈമാറി. മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO നസീർ PA നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജില്ലയിൽ നടന്ന സ്കൂൾ ബസ് പരിശോധനയുടെ തുടർച്ചയായി ഇന്നും തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ എന്നീ താലൂക്കുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 10ഓളം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, ഏറനാട് സ്ക്വാഡുകൾ സംയുക്തമായി സ്കൂൾ ബസ്സുകൾ പരിശോധിച്ചതിൽ വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഫിറ്റ്നസ് ഇല്ലാത്ത സർവീസ് നടത്തിയ 4 സ്കൂൾ ബസ്സുകളും ടാക്സ് അടയ്ക്കാത്ത 15 സ്കൂൾ ബസ്സുകളും അഗ്നിശമന ഉപകരണമില്ലാത്ത 4 വാഹനങ്ങൾ ഉൾപ്പെടെ 30ഓളം സ്കൂൾ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കുകയും 87,000 രൂപ പിഴയടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 6 മാസമായി ടാക്സ് അടയ്ക്കാതെയും പെർമിറ്റ് ഇല്ലാതെയും സർവീസ് നടത്തിയ 2 സ്വകാര്യ ബസ്സുകൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും പെരിന്തൽമണ്ണ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി കസ്റ്റഡിയിലെടുത്തു. 2 ലക്ഷത്തോളം രൂപ ടാക്സ് കുടിശ്ശിക ഈ വാഹനങ്ങൾ
ജീവനക്കാർക്കുണ്ട്. വാഹന സ്റ്റേജ് കാരേജ് സർവീസ് നടത്താതിരിക്കുമ്പോൾ അടയ്ക്കുന്ന തുച്ഛമായ ഐഡിയൽ റേറ്റിലുള്ള തുച്ഛമായ ടാക്സ് അടച്ചാണ് ബസ് സർവീസ് നടത്തി മോട്ടോർ വാഹന വകുപ്പിനെ ഇക്കൂട്ടർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹന പരിശോധനകൾക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിനോയ് കുമാർ, അരുൺ, അസൈൻ, ജയചന്ദ്രൻ, പ്രമോദ് ശങ്കർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ അഭിൻ ചാക്കോ, പ്രേംകുമാർ, അബ്ദുൽ കരീം, രാജേഷ്, അജീഷ്, സലീം, വിജേഷ്, ഡെബിൾ, മനോഹർ, ഷൂജ, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. വാഹന പരിശോധനയോടൊപ്പം സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണവും പരിശോധനയിൽ ഉൾപ്പെടുത്തി എന്നുള്ള സവിശേഷതയും ഇന്ന് നടത്തിയ പരിശോധനയ്ക്കുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ കർശനമായി നടത്തുമെന്നും നിയമലംഘകർക്കെതിരെ മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO നസീർ PA അറിയിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. ആനങ്ങാടിയിലെ മോഷണം, പ്രതിയെ പിടികൂടി പരപ്പനങ്ങാടി പോലീസ്. ജനുവരി 20-ന് പുലർച്ചെ ആനങ്ങാടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറേബ്യൻ ടേസ്റ്റി എന്ന ഫാസ്റ്റ് ഫുഡ് കടയിലെ ലോക്ക് തകർത്ത് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 62,000 രൂപ മോഷണം പോയിരുന്നു. പ്രതി താനൂർ പൂരപ്പറമ്പ് ഉത്സവം നടക്കുമ്പോൾ പ്രദേശത്തുള്ള വീടുകളിലും കടകളിലും മോഷണം നടത്താൻ ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. നിരവധി CCTVകളും മറ്റും പരിശോധിച്ച് മോഷണം നടത്തിയതിനു ശേഷം താനൂർ പുത്തൻതെരുവിലെ മൂർക്കടന് വീട്ടിലെ വേലായുധന്റെ മകൻ പ്രദീപ് എന്നയാളെ പിടികൂടുകയായിരുന്നു. പിടികൂടുന്ന സമയം ഇയാളിൽ നിന്ന് കണ്ടെടുത്ത മോട്ടോർ സൈക്കിൾ കോഴിക്കോട് നിന്ന് മോഷണം ചെയ്തതാണ്. ആ കാര്യത്തിന് അവിടെ കേസ് നിലവിലുണ്ട്. താനൂർ, തിരൂർ, വളാഞ്ചേരി കൂടാതെ കോഴിക്കോട് ജില്ലയിലെ നിരവധി സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ മോഷണത്തിന് കേസുകൾ നിലവിലുണ്ട്. താനൂർ DYSP VV ബെന്നിയുടെയും പരപ്പനങ്ങാടി SI അരുണിന്റെയും നേതൃത്വത്തിൽ പരപ്പനങ്ങാടി പോലീസും താനൂർ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വെട്ടം ന്യൂസ്, താനൂർ. പന്താവൂർ ഗ്രാമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ആഭിമുഖ്യത്തിൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പന്താവൂർ ഗ്രാമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾക്കു വേണ്ടി മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം കൽപ്പകഞ്ചേരി സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ ട്രെയിനർ സമീർ അലി ക്ലാസിന് നേതൃത്വം നൽകി. ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് ലിബി, നൌഷാദ് ആലുക്കൽ, റഫീഖ് പള്ളിമാലിൽ, സഫീർ ആലുക്കൽ, A മൻസൂർ, ആദിൽ, ഹംദാൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.